വാങ്ങാൻ വേണ്ടി മൂന്നാമത് ട്രിപ്പ് പ്ലാൻ ചെയ്ത് വെച്ചപ്പോഴൊക്കെ സപ്ലി അടിച്ചിട്ട് എന്താ ഇത്ര ഷോ പോടാ? ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കണ്ടേ? അതിന് നിനക്ക് സപ്ലി ഉണ്ടോ? ഇല്ല. എന്നാ നീ മിണ്ടരുത്. ഇനി ഞാൻ വീട്ടിൽ പോയി എന്തോ പറയും? എക്സാം നല്ലോണം എഴുതിയാണല്ലോ, പിന്നെ ഞാൻ എങ്ങനെ ഫെയിൽ ആയത്? എനിക്ക് ഇതേ ചിന്തയാകാ, പക്ഷെ എന്നിട്ടും സപ്ലി ആയിരിക്കും. എങ്ങനെയാണെന്ന് കേട്ടില്ല. അല്ല, നിനക്കത്തെ സപ്ലി? ആ ബെസ്റ്റ്. 8 സപ്ലി ഉള്ളവന്നെ അതാണ്ട് 8 അടിച്ചോണ്ടിരിക്കും. വലയെ കുരുങ്ങിയിരിക്കുന്നു. ഇതാണ് ഞാൻ. താങ്കൾക്ക് വല്ലതും പറ്റിയിരുന്നു? ഇല്ല. മര്യാദക്ക് ഇത് ശരിയാക്കിയാതെ നിന്നെ ഇവിടെ എണീപ്പിക്കുന്ന പ്രശ്നമില്ല. ആളുകളുണ്ടായ മുതല അത് നീ ഇതാക്കിക്കളഞ്ഞു. ഈ പന്നിനെ ഞാൻ നീയൊക്കെ കൂടെ ഇങ്ങനെ ഉണങ്ങി അങ്ങനെ അതിനെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റൊന്നുമില്ല. വന്ന് ഹെൽപ്പ് ചെയ്യാൻ നോക്ക്. പിന്നെന്താ വോയിസ് കടന്നു ഒന്ന് പിടിച്ചേ. നീ എത്ര നേരം അങ്ങോട്ട് ഇതെങ്ങോട്ട്? ഒരു എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് ഒരു സൈക്കിളിലെ വീഡിയോ പോലും എടാ ഒന്ന് പിടിക്കടാ. മാത്രം അത് കേറ്റു. ഇതിൽ ഈ ചെയിൻ മാറ്റി പിന്നെ എങ്ങോട്ടൊക്കെ ഇത് മാറ്റാൻ? എന്റെ തലയിലോട്ട് അങ്ങ് വെക്ക്. എടാ ഇതിൽ എന്തോ ഒരു പ്രശ്നമില്ലേ? ഇത് ഇങ്ങനെ ഏറിപ്പുറത്ത് തിരിച്ച് ഓക്കെ. ഈ ചെയിൻ മുകളിലോട്ട് പിടിക്കുമ്പോ ടയർ താഴോട്ട്, ടയർ കയറ്റിക്കോ. എടാ ശരിയായടാ, അത് ടൈറ്റ് ചെയ്താൽ മതി. വേറെ പ്രശ്നമൊന്നുമില്ല. ഞാൻ ചവിട്ടി ടെസ്റ്റ് ഡ്രൈവ് മാറ്റി. ആണല്ലേ? ഞാൻ നീ ചവിട്ടണ്ട, ഞാൻ ചവിട്ടി ഫ്രണ്ടില് പോവാ. സ്റ്റാൻഡ് ആ കൊള്ളാം. ഇപ്പൊ എല്ലാം കൂടെ ഓക്കെ. ആ ശരി ഓക്കെ. അപ്പൊ ഇനി സൈക്കിളിന്റെ കാര്യത്തിൽ ആർക്കും പരാതിയൊന്നുമില്ലല്ലോ? താത്കാലികമായിട്ട് ഇനി ഫ്രണ്ട് ഡയറും കൂടെ പോവായിരുന്നാ മതി. എടാ ദുഷ്ടന്മാര് എന്തോ വേലാണാ, എവിടെങ്കിലും പോവാ. ലൈബ്രറിയിൽ പോയാലോ? ബാഗൊന്നും വേണ്ട. അവന്റെ ബാഗ് കൊണ്ട് എടുക്കും.